വെൽക്കം ബാക്ക് ടു ഫോക്കസ് സ്റ്റഡി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സോളിഡ്സ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ചാപ്റ്ററിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഇക്വേഷൻസും പിന്നെ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു സ്ക്വയർ പിരമിഡ് ആണ്. ഈ പിരമിഡിന്റെ എല്ലാ എഡ്ജും കൂടി ചേരുന്ന ഒരു പോയിന്റ് ആണ് അപ്പെക്സ്. ഇനി നമ്മുടെ പിരമിഡ് 4 ട്രയാങ്കിൾസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ ലാറ്ററൽ സർഫേസും 4 ട്രയാങ്കിൾ ആണ്. അപ്പോൾ ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ് അതിന്റെ ലാറ്ററൽ എഡ്ജ്. സ്ക്വയർ പിരമിഡിന്റെ ബേസ് സ്ക്വയർ ആണ്. അങ്ങനെ ആവുമ്പോൾ ആ ഒരു സ്ക്വയറിന്റെ സൈഡാണ് അതിന്റെ ബേസ് എഡ്ജ്. അതിന് നമ്മൾ എ എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യും. നമ്മുടെ പിരമിഡിന്റെ അപ്പെക്സിൽ നിന്ന് പിരമിഡിന്റെ താഴത്തെ മിഡ് പോയിന്റിലേക്ക് വരുന്ന പിരമിഡിന്റെ ഹൈറ്റ് ആണ് ഹൈറ്റ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇനി സ്ലാൻ ഹൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാറ്ററൽ സർഫേസ് ആയ ട്രയാങ്കിൾസിലെ ഒരു ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ് സ്ലാൻ ഹൈറ്റ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് നമ്മൾ ഇതിനെ ബേസിൽ പഠിക്കേണ്ട ഇക്വേഷൻസ്? ഒരു സ്ക്വയർ പിരമിഡിന്റെ ഏരിയ കാണാനുള്ള ഫോർമുലയാണ് ബേസ് ഏരിയ ഇൻറ്റു LSA. LSA ലാറ്ററൽ സർഫേസ് ഏരിയ. ഇനി ബേസ് ഏരിയ എന്താണ്? പിരമിഡിന്റെ ബേസ് സ്ക്വയർ ആകുമ്പോൾ അതിന്റെ ഏരിയ ആണ് A സ്ക്വയർ. A എന്ന് വെച്ചാൽ സൈഡ്. ഓക്കെ, ഇനി LSA കാണാനുള്ള ഫോർമുല ഇതാണ് 4 × ഹാഫ് BH. ഈ ഹാഫ് BH എന്ന് പറയുന്നത് നമുക്ക് 4 ട്രയാങ്കിൾസ് ഉണ്ടല്ലോ, അതിൽ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ആണ് ഹാഫ് BH. അപ്പം മൊത്തം LSA കാണണമെങ്കിൽ 4 × ഹാഫ് BH. ഇതിലെ H എന്താണ്? നമ്മുടെ സ്ലാൻ ഹൈറ്റ് ആണ്. ഓക്കെ, ഇനി പിരമിഡിന്റെ വോളിയം കാണണമെങ്കിൽ 1/3 A സ്ക്വയർ H. ഇതൊക്കെ പഠിച്ചു വെക്കണേ. നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് കോൺ. ഇതാണ് ഒരു കോൺ. ഇതിന്റെ CSA അല്ലെങ്കിൽ കർവ്ഡ് സർഫേസ് ഏരിയ. ഇതിന് ചുറ്റുമുള്ള ഈ ഒരു ഏരിയ ഒരു സർക്കിളിന്റെ സെക്ടർ ആണ്. ഓക്കെ, ഈ കാണുന്ന സെക്ടർ ആണ് ഈ കോൺ. നമ്മൾ ഇത് മുറിച്ച് ചുരുട്ടുമ്പോഴാണ് നമുക്കൊരു കോൺ കിട്ടുക. അതുപോലെ തന്നെ ആ കോണിന്റെ ബേസ് വേറൊരു സർക്കിൾ ആണ്. ഇത് രണ്ടും ഒരേ സർക്കിൾ അല്ല. കോണിന്റെ ബേസ് ഒരു സർക്കിൾ ആണ്. കോണിന്റെ CSA ഏതോ ഒരു സർക്കിളിന്റെ ഒരു സെക്ടർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സർക്കിളിൽ ഇതിന്റെ സെൻട്രൽ ആംഗിൾ 60° എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ റേഡിയസ് R കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോണിന്റെ പാർട്സ് നോക്കാം. സ്ക്വയർ പിരമിഡ് പോലെ തന്നെ കോണിനുമുണ്ട് ഹൈറ്റ്. ഓക്കെ, കോണിന്റെ ഹൈറ്റ് നമ്മൾ ഹൈറ്റ് തന്നെയാണ് പറയുക. ഇനി അടുത്തത് നമ്മുടെ ബേസ് റേഡിയസ്, അതായത് കോണിന്റെ ബേസ് ആയ സർക്കിളിന്റെ റേഡിയസ് നമ്മൾ സ്മോൾ ലെറ്റർ R കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ ഈ ക്യാപിറ്റൽ ലെറ്റർ R എന്താ? ക്യാപിറ്റൽ ലെറ്റർ R എന്ന് പറയുന്നത് കോണിന്റെ സ്ലാൻ ഹൈറ്റ് ആണ്. ഓക്കെ, നമ്മൾ സ്ലാൻ ഹൈറ്റിന് ക്യാപിറ്റൽ R എന്ന് പറയുന്നത്. അതായത് കോൺ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു സർക്കിളിന്റെ റേഡിയസ് ആയിരിക്കും കോണിന്റെ സ്ലാൻ ഹൈറ്റ്. അതേപോലെ തന്നെ കോണിന്റെ ഏരിയ കാണാനും വോളിയം കാണാനും പഠിക്കണം. കോണിന്റെ ഏരിയക്ക് നമ്മൾ πRL എന്ന ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുക. ഇതിൽ R എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ r ആണ്. അതുപോലെ അപ്പൊ എന്തായിരിക്കും അത്? നമ്മുടെ ബേസ് റേഡിയസ് ആയിരിക്കും അവിടുത്തെ R. ദെൻ L എന്ന് പറയുന്നത് സ്ലാൻ ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ πRL ആണ് കോണിന്റെ ഏരിയയുടെ ഫോർമുല. ഇനി നമുക്ക് ഇത് ഇങ്ങനെയും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കോണിന്റെ CSA മാത്രം കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ? CSA മാത്രം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഈ ഏത് സർക്കിളിൽ നിന്നാണോ കോൺ ഉണ്ടാക്കിയിട്ടുള്ളത് ആ സർക്കിളിന്റെ ആ സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ചുറ്റുമുള്ള ഏരിയ മാത്രമായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണിത്. ഇത് ഏരിയ ഓഫ് സെക്ടർ നമ്മൾ പഠിച്ചതാണ്. പക്ഷെ ഇവിടത്തെ R ആ സർക്കിളിന്റെ ക്യാപിറ്റൽ R ആയിരിക്കും. ഇനി കോണിന്റെ വോളിയം കാണാനുള്ള ഫോർമുല. കോണിന്റെ വോളിയം കാണാനുള്ള ഫോർമുലയാണിത് 1/3 πr² H. ഇത് പഠിക്കാനുള്ളതാണ് സ്ഫിയർ ആൻഡ് ഹെമിസ്ഫിയർ. ഇതിൽ പഠിക്കാനുള്ള ഒന്നുമില്ല. ഒരു സ്ഫിയറിന്റെ പകുതി ആയിരിക്കും ഹെമിസ്ഫിയർ. അപ്പോ സ്ഫിയറിന്റെ റേഡിയസ് നമ്മൾ R കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഹെമിസ്ഫിയറും സെയിം തന്നെയായിരിക്കും വരിക. പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഫിഗർ നോക്കി വയ്ക്കുക. ഇതിന്റെ പകുതിയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇനി ഒരു സ്ഫിയറിന്റെ സർഫസ് ഏരിയ 4 πr² ആണ്. ഹെമിസ്ഫിയറിന് വരുമ്പം അത് 2 πr² + πr² ആണ്. വോളിയം ഓഫ് എ സ്ഫിയറും 4/3 πr² ആണ്. അതിന്റെ പകുതി 2/3 πr² ഹെമിസ്ഫിയറിന്റെ. ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ കാണാപ്പാട് പഠിക്കുക. വേറെ ഒരു വഴിയുമില്ല. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 4 ക്വസ്റ്റ്യൻ നോക്കാം. The surface area of a sphere is 40 square centimeters. If it is cut into 2 equal hemispheres, what would be the surface area of each in square centimeters? അതായത്
നമ്മുടെ ഒരു സ്പിയറിന്റെ ഏരിയ പറയുന്നത് 40 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അപ്പം അതിന്റെ പകുതി, അതിന് 2 പാർട്ട് ആക്കിയിട്ടുണ്ട്, ഈക്വൽ പാർട്സ് ആക്കി. നമുക്ക് എന്താണ് ഈക്വൽ പാർട്സ് ആക്കുന്നത്? ഹെമിസ്ഫിയേഴ്സ് ആണ് നമുക്ക് അറിയാം. അപ്പം ഒരു ഹെമിസ്ഫിയറിന്റെ ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്പിയറിന്റെ പകുതിയാണല്ലോ ഹെമിസ്ഫിയർ. അത് പറഞ്ഞിട്ട് 40ന്റെ പകുതി 20 ആണോ വരിക? അല്ല. നമ്മൾ ഓർക്കണം, അത് 2πr² പ്ലസ് πr² ആണ്. നമുക്ക് ഒരു പാർട്ടും കൂടി ഉണ്ട്. അപ്പൊ എന്ത് വരും? 30 ആണ് അതിന്റെ ആൻസർ വരിക. അതായത് 40യുടെ പകുതി 20 പ്ലസ് ഒരു കാലും കൂടി ആഡ് ചെയ്യണം, 10 ആഡ് ചെയ്യുന്നു, അപ്പൊ 30 വരും. അത് ഓർക്കണം, പകുതിയല്ല, പകുതിയുടെ ഒരു കാലും കൂടി ആഡ് ചെയ്യണം, മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A square pyramid is made with a square of sides 12 centimeters and 4 isosceles triangle of equal sides 10 centimeters. Calculate its volume. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മളത്തെ ഒരു സ്ക്വയർ പിരമിഡ് തന്നിട്ടുണ്ട്. അതിലെ ബേസ് സ്ക്വയർ ആണല്ലോ. സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. അതുപോലെ അതിന്റെ LSA 4 ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതിന്റെ സൈഡ് എല്ലാം 10 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അതിന്റെ വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യം ഒരു പിരമിഡ് അങ്ങോട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് ആ പിരമിഡിലെ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് മൊത്തം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് പറഞ്ഞു ബേസ് എഡ്ജ് എന്ന് പറയുന്നത് എത്രയാ? 12 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ട്രയാങ്കിളിന്റെ ലെങ്ത്, നമ്മുടെ സ്ലാൻ ഹൈറ്റ് 10 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? പിരമിഡിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ? വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/3 a²h ആണ് അതിന്റെ ഇക്വേഷൻ. ഇനി എ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട്. എ എന്താണ്? 12 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അപ്പൊ നമ്മുടെ ഈ ഹൈറ്റ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിന്റെ സ്ലാൻ ഹൈറ്റ് കണ്ടുപിടിക്കണം. നമുക്കറിയാം, ഇവിടെ 10 ആണെങ്കിൽ അത് ഐസോസിലസ് ആണ്. അപ്പം ഇവിടെയും 10 ആയിരിക്കും. ഇനി ഇത് 12 ആണ്, ഇത് മൊത്തം 12 ആണ്. അപ്പൊ ഇത് എത്രയായിരിക്കും? 6 ആയിരിക്കും. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയില്ലേ? ഇനി എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ വരിക? സ്ലാൻ ഹൈറ്റ് L² എന്ന് പറയുന്നത് 10 സ്ക്വയർ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ വിച്ച് ഈസ് 10 സ്ക്വയർ 100 ആണ്, 6 സ്ക്വയർ 36 ആണ്. അപ്പം 100 മൈനസ് 64. പക്ഷെ നമുക്ക് ഇവിടെ L കാണുമെങ്കിൽ എന്ത് ചെയ്യണം? L ഈക്വൽ ടു √64 വിച്ച് ഈസ് 8 സെന്റിമീറ്റർ. നമുക്ക് L എന്ത് കിട്ടി? 8 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇനി നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെ ഹൈറ്റ് കണ്ടുപിടിക്കാം? അപ്പൊ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ ഹൈറ്റ് വരച്ചു കഴിയുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഒരു എന്ത് ഫോം ആവും? റൈറ്റ് ട്രയാങ്കിൾ ഫോം ആവും. ആൻഡ് ദെൻ ഈ ലെങ്ത് എന്ന് പറയുന്നത് ഈ 12ന്റെ പകുതി ആയിരിക്കും ഇവിടെ വരിക. അപ്പൊ അവിടെ എന്ത് വരും? 6 വരും. അത് ഓർത്ത് വെക്കണം. ബേസിന്റെ പകുതിയാണ് ഈ ലെങ്ത്, 12ന്റെ പകുതി 6. ഓക്കെ, ഇനി നമുക്ക് ഹൈറ്റ് കണ്ടുപിടിച്ചൂടെ? ഇവിടെയും എന്താണ്? പൈതഗോറസ് തിയറം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഹൈറ്റ് h² ഈക്വൽ ടു 8 സ്ക്വയർ hypotenuse minus base 8 square minus 6 square which is 64 minus 36 എത്ര വരും? 28 വരും. ഇനി h² ആണ് 28. അപ്പൊ h എന്തായിരിക്കും? √28 സെന്റിമീറ്റേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് a കിട്ടി, x കിട്ടി. ഇനി ഈ സൈഡ് വോളിയം കണ്ടുപിടിക്കാലോ. എങ്ങനെ കണ്ടുപിടിക്കാം? വോളിയം ഈക്വൽ ടു 1/3 a²h which is 1/3 into a എന്താണ്? 12. അപ്പൊ 12² into √28. അത് എത്ര വരും? അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെത്തുമ്പോൾ നമുക്ക് 48 √28 വരും. അതിന് നമുക്ക് കുറച്ചുകൂടി ചെറുതാക്കിയിട്ട് 96 √7 സെന്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, ഇത് ഇത്തിരി പണിയാണെങ്കിലും ഇങ്ങനെയാണ് എല്ലാ ക്വസ്റ്റ്യൻസും വരിക. അപ്പൊ എന്ത് ചെയ്യണം? ഇത് മൊത്തം ഇങ്ങനെ ചെയ്യാൻ പഠിക്കണം. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ. A sector of central angle 120 degrees cut off from a circle of radius 18 centimeters and bent into a cone. Calculate the radius, slant height and area of curved surface cone. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്തൊക്കെ തന്നിട്ടുള്ളത് നോക്കാം. നമുക്ക് തന്നിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടില്ലേ? ഒരു സർക്കിളിന്റെ ഒരു സെക്ടർ ബെൻഡ് ചെയ്ത് ഒരു കോൺ ഉണ്ടാക്കി. നമുക്കറിയാം അങ്ങനെ തന്നെ കോൺ ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുള്ളത്? ആ സർക്കിളിലെ കാര്യങ്ങളാണ് അവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ആ കോണും സർക്കിളും വരയ്ക്കാം. സർക്കിൾ ഇവിടെ ഉണ്ട്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടതാ? ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് 18 സെന്റിമീറ്റർ ആൻഡ് ഈ സെക്ടർ നമ്മുടെ കോൺ ഉണ്ടാക്കിയ സെക്ടറിന്റെ സെക്ടറിന്റെ റേഡിയസ് ആണ് 120 ഡിഗ്രി. ഓക്കെ, നമ്മൾ അത്രയും വരച്ചു. ഇനി പറഞ്ഞിട്ടുള്ളത്, ഇനി നമുക്ക് ഇന്ന് എന്ത് കണ്ടുപിടിക്കാം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത്
റേഡിയസ് ഈ ക്യാപിറ്റൽ ആർ 18 സെന്റിമീറ്റർ ആയിരിക്കും ഇവിടത്തെ സ്ലാൻ ഹൈറ്റ്. അപ്പൊ ഇവിടെയും 18 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ റേഡിയസ് കണ്ടുപിടിക്കണം, സ്ലാൻ ഹൈറ്റ് കണ്ടുപിടിക്കണം, ഏരിയ കണ്ടുപിടിക്കണം. അതിന്റെ CSAയുടെ ഏരിയ. സ്ലാൻ ഹൈറ്റ് നമുക്ക് കിട്ടി 18 സെന്റിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കാം? റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏത് റേഡിയസ് കണ്ടുപിടിക്കണ്ടേ? ഈ ബേസിന്റെ റേഡിയസ് ആയിട്ടോ കണ്ടുപിടിക്കണ്ടേ? ഈ റേഡിയസ് തന്നിട്ടുണ്ട്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈ സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. ഈ സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഈ ആർക്ക് ലെങ്ത് അല്ലേ? ഈ മഞ്ഞ കളർ ഞാൻ കൊടുത്ത ഈ ആർക്കിന്റെ ലെങ്ത് അല്ലേ? ആണ്. നമ്മൾ ഇതെടുത്തിട്ട് ഈ സെക്ടർ മുറിച്ച് നമ്മൾ മടക്കുമ്പോ ഇതിങ്ങനെ ചുരുണ്ടിട്ടാണ് എന്തുണ്ടാവുന്നത്? ഈ സർക്കിൾ ഉണ്ടാവുന്നത്, ഈ ബേസ് ഉണ്ടാവുന്നത്. അങ്ങനെ ആവുമ്പോ നമുക്ക് ഈ സെക്ടറിന്റെ അല്ലെങ്കിൽ ആർക്കിന്റെ ലെങ്ത് കണ്ടുപിടിച്ചാൽ ഈ സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് ആ പെരിമീറ്ററിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കണം. ഇത്രയും വലിയ പണിയാണോ ചോദിച്ചാൽ അതെ, ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ. നമുക്ക് ആദ്യം ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാം. ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കുന്നുള്ള ഫോർമുല പഠിച്ചോ? 2πr × c ഡിഗ്രി ബൈ 360. ഇവിടെ എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. എന്താണ്? 2 × π × 18 × 120 ആണ് c, 120 ബൈ 360. ഇത് ചെയ്ത് വരുമ്പോ നമുക്ക് 12 π സെന്റിമീറ്ററിന് കിട്ടും. ഇതാണ് നമ്മുടെ ആർക്കിന്റെ ലെങ്ത്. ഈ ആർക്കിന്റെ ലെങ്ത് എന്താണ്? നമ്മുടെ ഈ സർക്കിളിന്റെ പെരിമീറ്റർ ആണ്. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2πr. 2πr എന്ന് പറയുന്നത് 12 π ആണ്. ഇനി നമുക്ക് ഇതിന് r ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ നോക്കിക്കോ. ഇവിടെ r ഒഴിച്ച് ബാക്കി എല്ലാം ഇതിന്റെ അടിക്കും കൂടെ കൊണ്ടുവരാം. അപ്പൊ r = 12 π ഡിവൈഡഡ് ബൈ 2π വിച്ച് ഈസ് 6 സെന്റിമീറ്റർ നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ റേഡിയസ് എത്രയാണ്? 6 സെന്റിമീറ്റർ. റേഡിയസ് കിട്ടിയില്ലേ? സ്ലാൻ ഹൈറ്റും കിട്ടി. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇനി CSA ആണ് കണ്ടുപിടിക്കേണ്ടത്. CSA ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാൻ വലിയ പണിയൊന്നുമില്ല. 6 × 18 അതെന്ത് വരും? 108 സെന്റിമീറ്റർ സ്ക്വയർ. ഇത് പഠിച്ചോ? എന്തായാലും വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The radius of a sphere is 6 centimeter. What is its volume? ഈസി അല്ലേ? നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട്, 6 തന്നിട്ടുണ്ട്. അതിന്റെ വോളിയത്തിന്റെ ഫോർമുല എന്താ? 4/3 πr³. അപ്പൊ നമ്മൾ r അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എത്ര വരും? 4/3 × π × 6³ അത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 288 π സെന്റിമീറ്റർ ക്യൂബ് കിട്ടും. ഇത്ര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, കാരണം ഇത് മോഡലിൽ നിന്ന് എടുത്തതാണ്. ഓക്കെ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ വോളിയം ഓഫ് എ സ്പിയർ ആൻഡ് ദ വോളിയം ഓഫ് എ സ്പിയർ വിത്ത് 1/3 ഓഫ് ഇറ്റ്സ് റേഡിയസ്? അതായത് നമ്മുടെ കയ്യിൽ ഒരു സ്പിയർ ഉണ്ട്. ആ സ്പിയറിന്റെ റേഡിയസിന്റെ എന്താ പറയാ 1/3 വേറെ സ്പിയറിന്റെ റേഡിയസ്. അതായത് പകുതി എന്ന് പറയില്ല, അതുപോലെ 3. ആ ഒരു സ്പിയറിന്റെ റേഡിയസിനെ 3 ആക്കി മുറിച്ചു. അതിൽ ഒരു പീസാണ് വേറെ സ്പിയറിന്റെ റേഡിയസ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം ഫസ്റ്റ് സ്പിയറിന്റെ റേഡിയസിന് നമുക്ക് നമുക്ക് S1 എന്ന് എടുക്കാം. അതിന്റെ റേഡിയസിന് R എന്നും കൊടുക്കാം. സെക്കൻഡ് സ്പിയറിന്റെ റേഡിയസ് ഇതിന്റെ 1/3, അതായത് ഇതിനെ 3 ആക്കി മുറിച്ചതിൽ ഒരു പീസാണ്. അപ്പൊ നമുക്ക് അതിന് എന്തെടുക്കാം? R/3 എന്ന് എടുക്കാം. 3 ആക്കി മുറിച്ചു. ആ മുറിക്കുന്ന ഒരു പീസാണ് അതിന്റെ റേഡിയസ്. ഓക്കെ, നമ്മുടെ ചോദിച്ചിട്ടുള്ളത് എന്താ? ഈ രണ്ട് സ്പിയറിന്റെയും വോളിയത്തിന്റെ റേഷ്യോ. എന്താ വോളിയത്തിന്റെ ക്വസ്റ്റ്യൻ കേട്ട് ആരും പേടിക്കണ്ട, സംഭവം ഈസി ആയിട്ട് കണ്ടുപിടിക്കാം കേട്ടാ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? റേഡിയസ് കിട്ടി, നമുക്ക് രണ്ടിന്റെയും വോളിയം കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ ഫസ്റ്റ് സ്പിയറിന്റെ വോളിയത്തിന് V1 എന്ന് കൊടുക്കാം. അപ്പൊ എന്ത് വരും? V1 4/3 πr³. ഇത് ഇക്വേഷൻ ആണ്, പക്ഷെ നമുക്കിവിടെ റേഡിയസ് R തന്നെയാണല്ലോ, പിന്നെ നമുക്ക് R³ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി സെക്കൻഡ് സ്പിയറിന്റെ വോളിയത്തിൽ നമുക്ക് V2 എന്ന് എടുക്കാം. അതെന്ത് വരും? 4/3 π. ഇവിടുത്തെ R എന്താ? R/3 ആണ്. അപ്പൊ R/3³. ഇനി R/3³ എങ്ങനെ എഴുതാം? നമുക്ക് R³/3³ എത്ര? 27. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി പരിപാടി ഈസിയാണ്, നോക്കിക്കോ. നമ്മൾ ഇതിന്റെ റേഷ്യോ കാണാൻ പോവാണ്. റേഷ്യോ നമുക്ക് ആദ്യം ഇങ്ങനെ നമ്മൾ രണ്ടെണ്ണം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ റേഷ്യോ കണ്ടുപിടിക്കാൻ നേരെ ഇതിനെ ഡിവൈഡ് ചെയ്യുക. അതായത് V1/V2 നമ്മൾ എഴുതി കൊടുക്കുക. അത് എഴുതി കൊടുക്കുക. V1 എന്താണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഇതില് ഈ 27 ഒഴിച്ച് ബാക്കി എല്ലാം ഒരേ കാര്യമല്ലേ? അപ്പൊ രണ്ടും നമ്മൾ കട്ട് ചെയ്ത് വിടുക. അതായത് 4/3 π³ അതായത് 4/3 πr³ ഇവിടുത്തെ 4/3 πr³ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/27 കിട്ടും. ഇത് തന്നെയാണ് നമ്മുടെ റേഷ്യോ. അപ്പൊ റേഷ്യോ എങ്ങനെ വരും? നമുക്ക് V1:V2 എന്ന് എഴുതി കഴിഞ്ഞാൽ 1:27 കിട്ടും. ഇനി അത് ഒന്നും കൂടി പറയാം. അതായത് ഇവിടെ നമുക്ക് 4/3 πr³ ഉണ്ടല്ലോ,
ഇവിടെയും 4/3 പൈ ആർ ക്യൂബ് ഉണ്ടല്ലോ. അപ്പൊ ഇതും കട്ട് ചെയ്യും, ഇതും കട്ട് ചെയ്യും. ഈ 4/3 പൈ ആർ ക്യൂബ് ഇപ്പൊ 1/1 1 ആണല്ലോ, 2/2 2/2 1 ആണല്ലോ. അപ്പം 4 പൈ ആർ അപ്പൊ 4/3 പൈ ആർ ക്യൂബും ബൈ 4/3 പൈ ആർ ക്യൂബ് ചെയ്ത് എന്ത് കിട്ടും? 1 കിട്ടും. അപ്പൊ ആ 1 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ 27. ഓക്കെ, കിട്ടിയില്ലേ? ഇത്ര നമ്മൾ ഇന്നത്തെ വീഡിയോയില് സോളിഡ്സിനകത്ത് എന്തൊക്കെ ഇക്വേഷൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്, ആ ഇക്വേഷൻ മൊത്തം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കൂടാതെ 4 ക്വസ്റ്റ്യൻസ്, മോഡൽ പേപ്പറിൽ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ മോഡലിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നന്നായി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്, മേഘ്ന.